നമ്മളൊരു ഫംഗ്ഷന് അല്ലെങ്കിൽ കുറച്ചധികം ആളുകൾ കൂടുന്ന പരിപാടിക്കൊക്കെ നമ്മുടെ കുഞ്ഞു മക്കളായിട്ട് പോയി കഴിഞ്ഞ് തിരിച്ചെത്തി കഴിയുമ്പോൾ ഈ കുട്ടികൾ ഭയങ്കരമായിട്ട് കരയുക, വാശി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ് കുട്ടിക്ക് എന്താ ദൃഷ്ടിദോഷം പറ്റിയതാ അല്ലെങ്കിൽ ആരോ നമ്മുടെ കൊച്ചിനെ കണ്ണ് വെച്ചതാന്നൊക്കെ. ശരിക്കും അങ്ങനെയാണോ? എൻ്റെ കുഞ്ഞും ഇതുപോലെയൊക്കെ കരഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ വൈകി മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ആക്ച്വലി ദൃഷ്ടിദോഷമൊന്നുമല്ല, നമ്മുടെ കുട്ടികൾ ഓവർ സ്റ്റിമുലേറ്റഡ് ആവുന്നതാണ്. നമ്മുടെ കുട്ടികളുടെ സെൻസസിനെ ട്രിഗർ ചെയ്യിക്കുന്ന കാര്യങ്ങളാണ് സ്റ്റിമുലേഷൻ. നമ്മൾ ഈ കിലുക്കം പോലത്തെ സാധനങ്ങൾ കുഞ്ഞു മക്കളെ കാണിക്കുമ്പോൾ അവർക്ക് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി സ്റ്റിമുലേഷൻ ഉണ്ടാവും. അതുപോലെ പുതിയ രുചികൾ, ടച്ച്, സ്മെല്ല്, ഇതൊക്കെ നമ്മുടെ കുട്ടികളിൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ആവശ്യമാണ്. പക്ഷെ നമ്മളൊരു പബ്ലിക് ഫംഗ്ഷന് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവിടെ വലിയ ശബ്ദം, ബ്രൈറ്റ് ലൈറ്റ്സ്, അതുപോലെ ഒരുപാട് പേര് കൈമാറിയെടുക്കും. ഇതൊക്കെ അവരുടെ ബ്രെയിനിനെ ഓവർ സ്റ്റിമുലേറ്റഡ് ആക്കും. നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ ആണെങ്കിൽ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അവർക്കപ്പോൾ ഈ ഓവർ സ്റ്റിമുലേഷൻ ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. വളരെ കുഞ്ഞു മക്കളാണ് ഇങ്ങനെ ഓവർ സ്റ്റിമുലേറ്റഡ് ആവുന്നെങ്കിൽ അവർ ഒത്തിരി കരയുക, പാല് കുടിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തായിരിക്കും അവരത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഒരു 2 to 4 അല്ലെങ്കിൽ 2 to 5 ഇയേഴ്സ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർ വാശി പിടിക്കുക, ദേഷ്യം കാണിക്കുക, അവർ ടോയ്സ് ഒക്കെ എടുത്തെറിയുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരവരുടെ ഓവർ സ്റ്റിമുലേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഈ ഓവർ സ്റ്റിമുലേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഞാൻ നമ്മുടെ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം.